ഇപ്പോൾ ഈ AI ഒക്കെ നമ്മുടെ കൺട്രിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ആൾക്കാർ മടിയന്മാരായിക്കൊണ്ടിരിക്കുക ഈ AI സാന്നിധ്യം കാരണം. ഇപ്പം നമ്മുടെ സ്കിൽസ് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? പണ്ട് കമ്പ്യൂട്ടർ തുടങ്ങിയ കാലം ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സാണ് പഠിക്കുന്നത്. അന്ന് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 3 മാസം പഠിച്ചാൽ തീരും. അതിനപ്പുറത്ത് കമ്പ്യൂട്ടർ അറിയില്ല. ഓക്കെ, ഞങ്ങളുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അന്ന് പഞ്ച് കാർഡാണ്. പേപ്പർ പോലെയുള്ള ഒരു സാധനത്തിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാമിങ് ചെയ്യുക. എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്താണ് കമ്പ്യൂട്ടർ വായിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഡിസ്ക് വന്നത്. വലിയ ഡിസ്ക് എന്ന് പറയുന്നത് ഇത്ര വലിയ പ്ലേറ്റ് 3 കിലോ ഒക്കെയാണ്. അതിനകത്ത് നമുക്ക് ഇന്ന് കമ്പ്യൂട്ടറിൽ സാധാരണ ഫോണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിന്റെ പകുതി പോലും പറ്റില്ല. പിന്നെ വാക്സ് 11/780 നിങ്ങളുടെ ഈ ഇതിനകത്തുള്ള മെമ്മറി ഏകദേശം ഈ പോഡിയത്തിന്റെ വലിപ്പം ഫ്രിഡ്ജിന്റെ വലിപ്പമുള്ളതായിരുന്നു ഞാൻ ഉപയോഗിച്ച കമ്പ്യൂട്ടറിന്റെ മെമ്മറി. അതിന് 10 ഡിഗ്രി സെൽഷ്യസ് വേണം. ഫ്രിഡ്ജ് വെച്ചതുപോലെ അതിൻ്റെ ഉള്ളിലാണ് വെക്കുക. അവിടുന്ന് വലിയ കേബിൾ വന്നിട്ട് ഞങ്ങളുടെ മുകളിലാണ്, ടെർമിനൽ വേറെ റൂമിലാണ്. അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല, തണുപ്പുണ്ട്. വാക്സ് 11/780 എന്നൊക്കെയാണ്. പിന്നെ അമേരിക്കയിൽ പോയപ്പോഴാണ് ഞാൻ അതവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചത് കണ്ടത്. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ പോയപ്പോൾ കുറച്ചും കൂടി ചെറുതായി, ഡെസ്ക്ടോപ്പ്, ഒരു വിൻഡോ മാത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ 2 ഇമേജ് വെച്ചിട്ട് സ്റ്റീരിയോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇങ്ങനെ വെച്ചാൽ കാണില്ല. അപ്പൊ 2 ഇമേജ് കാണാൻ വേണ്ടിയിട്ട് ഒരു കമ്പ്യൂട്ടർ, മറ്റേ കമ്പ്യൂട്ടർ, അതിന്റെ 2ന്റെയും കാണാൻ വേണ്ടിയിട്ടൊരു ഒരു പിന്നെ സ്കോപ്പ് പോലൊരു സാധനം. എന്നിട്ട് അതിലൂടെ നോക്കിയാൽ ഒന്നിലൂടെ ഒരു വിൻഡോയിൽ ഒരു ഇമേജ്, മറ്റൊന്നിൽ മറ്റേത്. അങ്ങനെയാണ് 3D ഇമേജ് ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നത്. അതൊക്കെയാണ് എന്റെയൊക്കെ എക്സ്പെരിമെന്റ് തുടങ്ങുന്ന കാലം. പിന്നെ വിൻഡോസ് വന്നു. ഒരു കമ്പ്യൂട്ടറിൽ തന്നെ 2 ഭാഗത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ ഒന്നിൽ തന്നെ 2 ഇമേജ് ഒക്കെ കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഫൈൻ. അങ്ങനെ 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 മാറി നമ്മുടെ പഠനം മാറി. അന്ന് കാലത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സമരം ചെയ്തു, കമ്പ്യൂട്ടർ വേണ്ട, മനുഷ്യന്മാരുടെ പണി പോകും. AI, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, കാർഗോ, ഷിപ്പിംഗ്, കൺസ്യൂമബിൾസ് ഒരു സ്ഥലത്ത് മറ്റേത് കൊണ്ടുപോകുന്ന കമ്പനികളുണ്ട്, വലിയ ട്രേഡ് ഒക്കെ നടക്കും. അതിൽ എങ്ങനെ AI ഉപയോഗിക്കുക എന്നുള്ള എൻ്റെ ലെക്ചർ ഒരു 3 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് കാണാം. ഇറ്റ്സ് ഓൾ ഇൻ ദ യൂട്യൂബ്. അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കും ഇല്ലേ? എൻ്റെ 4 പുസ്തകങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന, ചെറിയ കുട്ടികളെ പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ ആന, പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? AR, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിനെ ഐ ക്യാൻ ടേക്ക്, എവിടെയാണത് ഇപ്പൊ? എന്താ കാണുക? ഐ ക്യാൻ ടേക്ക് ദ ആനിമൽ വിച്ച് എവർ ഐ വാണ്ട്. എവിടത്തേക്ക് കൊണ്ടുവരാൻ പറ്റും? എവിടത്തേക്ക് വേണോ അവിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ ക്ലാസ് മുറികളിലൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈവായിട്ട് ആവശ്യമുള്ള ആനിമലിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. ആർ യു സീയിങ് ദിസ്? ആർ യു ഏബിൾ ടു സീ? യെസ് ഓർ നോ? 3D ആനിമൽ ഐ ക്യാൻ ടേക്ക് വേർ എവർ ഐ വാണ്ട്. അപ്പൊ എൻ്റെ ക്ലാസ് മുറികളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആനിമൽസിനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഞാൻ ടീച്ചേഴ്സിനെ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെ ചെയ്യണമെന്നാ പറയാ? നിങ്ങളുടെയൊക്കെ സ്മാർട്ട് ഫോണില് ഗോ 3D ആനിമൽ ഓഗ്മെന്റഡ് റിയാലിറ്റി, യു ക്യാൻ പ്ലേ വിത്ത് ദിസ്. സൗണ്ട് വരും. അപ്പൊ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കും. സോ ഇന്ന് നമ്മുടെ ചിന്തകൾ വരുന്ന സമയത്ത് ഉടനെ തന്നെ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നിങ്ങൾ കാണുന്ന എല്ലാ സിനിമകളിലും മിക്കവാറും ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. പണ്ട് ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഒരു സ്ഥലം പോയി കാണാം, അത് വരയ്ക്കുക. അങ്ങനെ ആർട്ടിസ്റ്റുകൾ കുറേ വരച്ച് അവിടെ ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഏത് ഭാഗത്ത് വരണം എന്നുള്ളതൊക്കെ സ്കെച്ച് ചെയ്ത് അത് കഴിഞ്ഞ് ഇത് കൊണ്ട് കാണിച്ച് ആർട്ട് ഡയറക്ടറെ കാണിച്ച് ആ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ആണ് ഈ സിനിമ കാണും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നതൊക്കെ ഓൾറെഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എനിക്ക് കമ്പ്യൂട്ടർ ബേസ് ഉണ്ടാക്കിയിട്ട് അത്
ദ ടെമ്പിൾ മേക്കിംഗ്. ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കുന്ന ഒരു സീനാണ് കാണിക്കേണ്ടത്. ആ സെറ്റ് ഫുൾ എനിക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? ഓൾറെഡി കമ്പ്യൂട്ടറിൽ സിമുലേറ്റ് ചെയ്യും. സിമുലേറ്റ് ചെയ്തിട്ട് സിമുലേഷനാണ് AI. അപ്പൊ നമുക്ക് ഇത് വെച്ച് കളിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട്സ്. അതിനിടയിൽ ഇത് ബാക്കിയുള്ളത് നോക്കിയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ പണി കൂടുമോ പണി കുറയോ? വിവരമില്ലാത്തവർക്ക് പണി കുറയും. വിവരമില്ലാത്ത ആള് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചോദിക്കും. എന്നിട്ട് എന്ത് തീരുമാനിക്കും? ഇനി ഞാൻ പഠിക്കാൻ പോവാണ്, അതുകൊണ്ട് ഉണ്ടായ എന്റെ പണി പോകും. നോ, പണി കൂടും. പക്ഷെ സാധാരണ പണിയല്ല, കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള പണിയാണ്. ഫ്യൂച്ചറിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് എന്തായിരിക്കും? എല്ലാ സമയത്തും ഒരേ ജോബിനാണ് ഹൈലി ഡിമാൻഡ്. അതേതാണ്? ഡോക്ടറെ അടുത്ത് പോകുന്നതിന് മുമ്പ്, അതിന് മുമ്പ് ആദ്യം ചെയ്യണം, എന്ത് ചെയ്യണം? ആദ്യം ഭക്ഷണം മോശമാകുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. മനസ്സിലാവുണ്ടോ? മഹാത്മാഗാന്ധി പറഞ്ഞത് എന്റെ രാജ്യം ഡോക്ടർമാരില്ലാത്തൊരു സ്ഥലമാവട്ടെ എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഡിമാൻഡുള്ള ഒരു സാധനം ഭക്ഷണമാണ്. ഓക്കെ, നിങ്ങൾ ഡോക്ടർമാരെയാണോ അധികം കാണാൻ, അല്ല പിന്നെ ഹോട്ടൽസ് ആണോ ഹോസ്പിറ്റൽസ് ആണോ അധികം ഉള്ളത് കേരളത്തിൽ? ഹോട്ടൽസ് ആണ്. ആ ഹോട്ടൽസും വീടുകളിലെ ഭക്ഷണവും മോശമായത് കൊണ്ടാണ് എവിടെ പോണ്ടി വരുന്നത്? ഹോസ്പിറ്റൽസ് പോകുന്നത്. നല്ല ഭക്ഷണം കഴിച്ചാൽ, ഞാൻ കഴിഞ്ഞ 24 വർഷമായി ഇതേപോലെ ക്ലാസ്സിൽ പോയി. ഓരോ സ്ഥലത്തും ഓരോ സമയത്തും വ്യത്യസ്ത സ്ഥലങ്ങളിൽ. രാജസ്ഥാനിൽ പോയാൽ നല്ല ചൂട്. എവറസ്റ്റ് പോയാലോ? എവറസ്റ്റ് ഡോക്ടർ TPS, കൈലാസം ഡോക്ടർ TPS, ഹിമാലയം ഡോക്ടർ TPS, ബദരീനാഥ് ഡോക്ടർ TPS, കേദാർനാഥ് ഡോക്ടർ TPS, രാമേശ്വരം ഡോക്ടർ TPS, ഗുജറാത്ത്, പഞ്ചാബ്, ആസാം, രാജസ്ഥാൻ, ഇങ്ങനെ കറങ്ങുക. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടോ? ഇപ്പൊ തൂക്കി നോക്കിയാലും 60 കിലോ, 61. കഴിഞ്ഞ 40 വർഷമായിട്ട് ഡോക്ടർമാരെ കണ്ടിട്ടേ ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് നിഷ്ഠ. എന്താണ് അത്യാവശ്യമായിട്ട് വേണ്ടത്? ആ നിഷ്ഠ ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും നമുക്ക് അസുഖങ്ങൾ വരും. കുറെ അസുഖങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. രോഗങ്ങളുണ്ട്, പക്ഷെ എന്തില്ല? അസുഖങ്ങളില്ല. നമ്മുടെ കേരളത്തിലൊക്കെ മിക്കവാർക്കും രോഗങ്ങളല്ല, അസുഖങ്ങളാ കൂടുതൽ. കോവിഡ് കാലത്ത് ഒരാളും ഡോക്ടറെ അടുത്ത് പോകാറില്ല. അസുഖമില്ല, രോഗമുണ്ട്. രോഗം വന്നാൽ ഉടനെ ഡോക്ടറെ അടുത്ത് പോകും. നിങ്ങൾക്കൊക്കെ പലർക്കും പല അസുഖങ്ങളുണ്ടാവും. വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് മാറ്റാം. പക്ഷെ നിങ്ങൾ കോംപ്ലിക്കേറ്റ് ആണ്. ഡോക്ടറെ അടുത്ത് പോയാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ളവര് ഒന്ന് കൈപൊക്കിയ. ഓക്കെ, വണ്ടർഫുൾ. രോഗികളാവാൻ താല്പര്യമുള്ളവരൊന്ന് കൈപൊക്കിയ. ഡോക്ടർക്ക് രോഗികളെ വേണ്ടേ? രോഗികളാവാൻ കുറെ പേര് താല്പര്യമുള്ളപ്പോഴല്ലേ ഡോക്ടർമാർക്ക് പണി കിട്ടൂ. ആണോ അല്ലയോ? ഇതുവരെ അത് ചോദിച്ചിട്ടില്ല ആരും അല്ലേ? ഡോക്ടർ ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആർക്കും രോഗിയാവണമെന്ന് ആഗ്രഹമില്ല. അപ്പൊ ഡോക്ടർമാരൊക്കെ പിന്നെ പട്ടിണി കിടന്നു വന്നോളും, ഉറപ്പാണല്ലേ? ഞാൻ പണ്ട് പറയാറുണ്ട്, കേരളത്തിലെ ദന്തിസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്താൽ ആലപ്പുഴയിലൊക്കെ തള്ളുവണ്ടി കൊണ്ട് പല്ല് തേക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. അത്രയും ആൾക്കാർ ദന്തിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആരും പ്രാക്ടീസ് ചെയ്തു ഭാഗ്യത്തിന്. അല്ലെങ്കിൽ എല്ലാവരുടെ പല്ലും കടായ. അടുത്ത് വന്ന് നിൽക്കണം. ഈ ഫാനിന്റെ മോട്ടർ ഇലക്ട്രിസിറ്റി കൊണ്ട് കറങ്ങുന്നു. ഒരു കാറിന്റെ എഞ്ചിൻ അത് ഫ്യൂവൽ കൊണ്ട് കറങ്ങുന്നു. അപ്പൊ നമ്മുടെ ഭൂമി എങ്ങനെയാ കറങ്ങുന്നത്? നേരത്തെ പറഞ്ഞതാണ് ഭൂമി എങ്ങനെ കറങ്ങുന്നത്, ആണോ അല്ലയോ? ആകൃഷ്ടി ശക്തിസ്തു മഹീതയാ യദ്ഗസ്തം സ്വാഭിമുഖം സശക്ത്യാ ആകൃഷ്യതേ.
പദദ്വയം ഖേ ഓ, അതാണ് അതിന്റെ അർത്ഥം. അത് തപ്പി നോക്കാം. മലയാളത്തിൽ പറഞ്ഞൊന്നും മനസ്സിലാവില്ല, സംസ്കൃതം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇവൻ ഇന്നലെ എന്നെ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്തു അറിയോ? ഏത് ഭാഷ പറഞ്ഞാലും മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇവൻ പഠിച്ചു വന്നു വരും. അത് പറയും, പറയടാ. ജാപ്പനീസ് ഒന്നും പറയരുത്, അങ്ങോട്ട് വാക്കങ്ങോട്ട് പറയും. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തു. కావాలంటే చేయొచ్చు, ఎందుకంటే అది డివైడ్ చేసినప్పుడు మీరు కొంచెం జాగ్రత్తగా ఉండాలి అంటే. അവൻ ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ അടിച്ച് കണ്ടുപിടിച്ച് ജപ്പാനീസിൽ പഠിച്ചിട്ട് വന്ന് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞത് ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. തെലുങ്കിലാണ് പറഞ്ഞത്. എന്താ കാരണം? 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ പേപ്പറിനെ 2 പീസ് ആക്കിയാൽ ഒരാൾക്ക് ഒരു പീസും മറ്റേ ആൾക്ക് മറ്റേ പീസും കൊടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ 2 പീസ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഡിവൈഡഡ് ബൈ 2. 0 പീസ് ആക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോണ്ട് ഡു എനിത്തിങ്, കീപ് ഇറ്റ് അസൈഡ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് അൺഡിഫൈൻഡ്. ഡോണ്ട് ഡു എനിത്തിങ് ഡിവൈഡ് ബൈ 0. മിക്കവർക്കും ചിലർക്കൊന്നുമില്ല, ചില മണ്ടന്മാർക്കുണ്ട്. സ്റ്റേജ് ഫിയറും എക്സാം ഫിയറും എപ്പോഴും ടെൻഷൻ അങ്ങനെയൊക്കെ കാണുമല്ലോ. അപ്പൊ ഈ പേടി എങ്ങനെയില്ല? കുറേ പ്രാവശ്യം സ്റ്റേജിൽ വന്നാൽ പേടിയില്ല. നീ ആ പേടിയുള്ളവർക്കാണ് ഈ പോഡിയം. കാരണം പോഡിയം ഉണ്ടാകുമ്പോൾ വിറക്കില്ലല്ലോ, പിടിച്ചു നിൽക്കാൻ. എക്സാം ഫിയർ കുറേ എക്സാം എഴുതാം. ഞാൻ പറഞ്ഞില്ലേ എക്സാമിനേഷൻ ഏറ്റവും നല്ല സ്ഥലമാണെന്ന്. ആ ബോധത്തോടു കൂടി ഇരിക്കാം. ഞാൻ വെള്ളത്തിൽ ചാടുമ്പോ എനിക്ക് എപ്പോഴാ ഭയം ഉണ്ടാവുക? നീന്തറിയാത്തപ്പോ. നീന്തറിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചാടാൻ ഭയം ഉണ്ടാവും. അപ്പൊ ആദ്യം സ്കില്ല് വേണം. 3 കാര്യങ്ങളാണ് പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ എനിക്ക് സഹായിക്കുന്നത്. 3 കാര്യം. നമ്പർ 1 ആറ്റിറ്റ്യൂഡ്. നമ്പർ 2 സ്കിൽ. നമ്പർ 3 ഓപ്പർച്യൂണിറ്റി. ഫൈൻ. പെർഫോം ചെയ്യണമെങ്കിൽ ഈ 3 ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ വരാൻ, പക്ഷെ ചിലർക്ക് അത് താല്പര്യം. എന്താ കാരണം? അങ്ങനെയാണ് എന്റെ ജന്മം. വേഷം കെട്ടി ഇവിടെ പറഞ്ഞേപ്പിച്ചു, വന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ല. അപ്പൊ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യില്ല? അത് യൂസ് ചെയ്യില്ല. അപ്പൊ എന്ത് കൂടില്ല? സ്കില്ല് കൂടില്ല. ഓപ്പർച്യൂണിറ്റിയിലാണ് സ്വിമ്മിംഗ് പൂളൊക്കെ, അല്ലേ? അവിടെയൊക്കെ ചാടി നീന്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്കില്ല് കിട്ടും. അപ്പൊ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടും. എപ്പോ? സ്റ്റാൻഡപ്പ്. ഇപ്പൊ തിരിഞ്ഞു നോക്കിയാൽ തന്നോട് തന്നെ പറയണം സ്റ്റാൻഡപ്പ്. അല്ല, ബിഹൈൻഡ് ആ വൈറ്റ് ഷർട്ട്. കം. അയാള് പോരാന്ന് തോന്നിയപ്പോ പിന്നോട്ട് തിരിഞ്ഞു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉത്തരം പറഞ്ഞതും ഇവിടെ കൊണ്ടിരുത്തിട്ട് കാര്യമില്ല, ആറ്റിറ്റ്യൂഡ് നന്നായിട്ടില്ലെങ്കിൽ കൊണ്ടിരുത്തുന്ന ആളുടെ കുഴപ്പം, അതിന് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തുന്ന ആളുടെ കുഴപ്പം, വളർത്തു ദോഷം എന്നൊക്കെ അങ്ങനെ ഞാനേ പറയും. മോനെ, എന്ത് വരച്ചാലും വരച്ചില്ലെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ സുബോധ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് നൺ ഓഫ് എ സുബോധ്. നിന്റെ കംപ്ലൈന്റ് ഇതാ, കണ്ടിന്യൂസ് സംസാരം. മനസ്സിലായിട്ടോ? ഗോ ടു ഹിം. വരച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് പറ. ദാറ്റ്സ് യുവർ ജോബ്. ആ ഡിസിപ്ലിൻ ഉള്ളത്. എന്തുണ്ടായാലും ശ്രദ്ധയുണ്ടെങ്കിൽ വരച്ചതും അറിയില്ല, കുറച്ചതും അറിയില്ല. മനസ്സിലാവുണ്ടോ? ആദ്യം വേണ്ടത് ആറ്റിറ്റ്യൂഡ്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതാൻ, ഇപ്പൊ ആരും അത് എഴുതിയിട്ടില്ല. കണ്ടിന്യൂസ് റൈറ്റിംഗ്. പെർഫോമൻസ് P is equal to attitude A,
സ്കിൽ യെസ്, ഓപ്പർച്യൂണിറ്റി ഓ. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ, അല്ലേ? അതിന് സ്കിൽ ഉണ്ടാവും. 10 പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാം. അതിന് വേണ്ട എന്താണ്? ആറ്റിറ്റ്യൂഡാണ്. യു നീഡ് ആറ്റിറ്റ്യൂഡ്, യു നീഡ് സ്കിൽ ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്പർച്യൂണിറ്റി ആരാ യൂസ് ചെയ്യാം? എല്ലാവർക്കും ചാൻസ് തന്നിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വരാന്ന് പറഞ്ഞു. നിങ്ങൾ വരാത്ത ഇപ്പൊ എന്റെ കുഴപ്പമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടർ DPSന്റെ ക്ലാസ്? മഹാമോശമായിരുന്നു. എന്താ കാരണം? ഒരു പ്രാവശ്യം വിളിച്ചപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല, അല്ലേ? നിങ്ങൾക്ക് ചോദിക്കായിരുന്നില്ലേ? എനിക്ക് ഉപയോഗമുള്ള കാര്യമല്ല അയാൾ പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഉപയോഗമുള്ള ചോദിക്കായിരുന്നല്ലോ. ആ സമയത്ത് അടുത്തിരിക്കുന്ന ആളോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു 1/3 goes to your attitude. നമ്മളൊക്കെ പെടുന്നത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഉക്രൈനിലാണ് ജനിച്ചിരുന്നത്, യുദ്ധം നടക്കുന്ന സ്ഥലത്താണ്. ഇങ്ങനെ ക്ലാസ് നടക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്, നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്താണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാം? ഇപ്പൊ നിങ്ങളുടെ എല്ലാ ക്ലാസ്മേറ്റ്സിന്റെയും പാരന്റ്സ് നിങ്ങൾ ഇവിടെ ചേർത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ഇവിടെ വരാത്തവർ കുറെ ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യണേ? ഇപ്പൊ വെറുതെ സമയം കളയുണ്ടാവും. ആണോ അല്ലയോ? സോ യു ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ബിക്കോസ് യുവർ പാരന്റ്സ് സപ്പോർട്ടഡ്, അല്ലേ? ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആർക്കാ കുഴപ്പം? ഇറ്റ്സ് യുവർ പ്രോബ്ലം. എത്രയോ പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ ഫ്രണ്ട്സ് എപ്പോഴും കിട്ടുന്നവരാണ്. നമ്മളൊക്കെ ഇപ്പൊ ഒരു കുറച്ച് സമയം കൂടി, ഒരു അരമണിക്കൂറും കൂടിയേ വേണം. ആ അരമണിക്കൂർ നിങ്ങൾക്ക് ശ്രദ്ധയില്ല എന്ന് പറഞ്ഞു. And you should have questions and all of you should come. അത് വരുന്നതോ കുറച്ച് പേര് വരും, എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പോകും. That's not what we expect. എന്നെ വിട്ടേക്ക്. ഇനി വരാൻ പോകുന്ന കുറേ മഹാന്മാര്, നല്ല മനുഷ്യന്മാരൊക്കെ എന്നെക്കാളും കഴിവുള്ളവരെ. You should utilize them. അല്ലെങ്കിൽ the whole opportunity what you got or arranged by Subodh is useless. അപ്പൊ ഇത് ഈ ക്ലാസിന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് വന്ന് സംസാരിക്കുന്നവരുടെ ഗുണമല്ല, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ ഇല്ല. Understood? So you must have the ability to utilize people. അതിന് നല്ല ക്വസ്റ്റ്യൻസ് വേണം, അത് പ്രിപ്പയർ ചെയ്തിട്ട് വേണം. ഒരു ദിവസം പറഞ്ഞ അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ചോദിക്കുന്നത് ഇയാൾക്ക് വേണ്ടിയിട്ടും ഉത്തരം പറയുന്ന എനിക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പറയാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചാൽ പറയാം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നേരത്തെ ഡോക്ടർ TPS പറഞ്ഞല്ലോ, നമ്മുടെ എക്സാമിനേഷൻസിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് മെമ്മറി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരു കാര്യമാണ് ക്ഷമ. അപ്പൊ ഈ മെമ്മറിയും ക്ഷമയും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഈ രണ്ടേ ഉള്ളൂ ഗുണമുള്ള കാര്യം? അല്ലല്ല, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയും. ബാക്കി കമ്മത്ത് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ താനെ? പിന്നെ എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? ആരാ കമ്മത്തിൽ വന്നിരിക്കണം? എന്താ ഉത്തരം പറയാനുള്ള ത്രില്ലം നോക്ക്. ഫിസിക്സിൽ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിച്ചാലോ? ഇത് എന്നോടല്ല, അയാൾക്കറിയോ ഇയാൾക്കറിയോ. ഡയലോഗിൽ ഒരു കഷ്ണം പറഞ്ഞാൽ മതി, അപ്പൊ ഏതാ സിനിമ എന്നൊക്കെ പറയും, അല്ലേ? ഒരുവിധ എല്ലാ സിനിമയും കാണും. ഡോക്ടർ TPS ഫിലിംസ് എന്തൊക്കെയാ പറ? റീഡിങ്, അതന്നെ സ്കില്ല്. സ്കില്ല് എന്ന് പറയുന്നത് റീഡിങ് സ്കിൽ. എങ്ങനെ വായിക്കണം? ഫാസ്റ്റ് ആയിട്ട് വായിക്കണം. എങ്ങനെ എഴുതണം? നീറ്റ് ആയിട്ട് എഴുതണം. യു ഷുഡ് ഹാവ് ആസ്ക്ഡ് മീ ഹൗ ടു മേക്ക് യുവർ ഹാൻഡ് റൈറ്റിംഗ് നീറ്റ്. ഓട്ടെ, നല്ല പോലെ ക്ഷമ വേണം. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾ എന്ത് വർത്താനം പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ക്ഷമ. എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ വർത്താനം പറഞ്ഞാൽ, പക്ഷെ അയാൾ അടുത്തിരിക്കുന്നവരൊക്കെ ഉപദ്രവിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾ ഉറങ്ങിയ ഒരു കുഴപ്പമില്ല എനിക്ക്, പക്ഷെ പൂർക്കം വരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇയാൾ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അയാൾ സംസാരിക്കുമ്പോൾ നേരെ പിന്നിലിരിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ്. അതുകൊണ്ട് ആർക്കെങ്കിലും രണ്ടുപേരോട് സംസാരിക്കണം തോന്നിയാൽ എന്റെ ക്ലാസ്സിൽ ഒരു റൂള് മാത്രമേ ഉള്ളൂ. ആര് പുറത്തു പോയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അകത്തിരിക്കുമ്പോ മനസ്സിലാവുന്നു. അപ്പൊ ഡിസിപ്ലിൻ വേണം. പിന്നെന്താ വേണ്ടത്? മെമ്മറൈസ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. പിന്നെ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്യാം. ദ മെത്തേഡ് ടു ലേൺ ഈസ് നോട്ട് ലിസണിങ്,
ബട്ട് റിപ്പീറ്റ്. റെസ്പെക്ട്. പാരഫ്രൈസിങ് എന്താണ്? പാരഫ്രൈസ്. പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞ് എഴുതാൻ പറ്റുന്ന കഴിവിനെയാണ് പാരഫ്രൈസിങ്. കുറേ ഗുണങ്ങൾ. വേറെ നിങ്ങൾ ചോദിക്കാൻ ഇല്ല. ഗുഡ്. അല്ല ഇതിന്റെ രീതി എന്താന്ന് പറഞ്ഞു? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അല്ല അത് ഏത് രീതിയിൽ പ്രാക്ടീസ്? ഏത് രീതിയിൽ നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോ വീട്ടിൽ പോയ ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ, അമ്മ, അതെ, ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇവിടെ പഠിച്ച ഫുൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി വീട്ടിൽ ആരും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഗേറ്റ് തുറക്കാം, ചേട്ടാ ഇങ്ങോട്ട് വാ, ഇന്ന് കുറച്ച് ക്ലാസ് എടുക്കാൻ. ഐ ആം നോട്ട് ജോക്കിംഗ്. എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തുള്ളവരോട് പറഞ്ഞിട്ട് ഇന്നടുത്തൊരു ക്ലാസ് എടുത്തിരുന്നുണ്ട്. അടുത്തിരുന്നു എന്റെ അടുത്തിരുന്നൊരു കുട്ടി ക്ലാസ്സിൽ നടന്ന സംഭവമൊക്കെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് മാഷോടൊന്ന് സംസാരിക്കണം എന്ന് തോന്നി. എന്നെ വിളിച്ച ആൾക്കാരുണ്ട്. ഏറ്റവും നല്ല ഗുണം രാവിലെ ആര് കളവ് പറയുന്ന ഞാൻ പറഞ്ഞത്. എത്ര മണിക്ക് എഴുന്നേക്കും? ഞാൻ പല ദിവസം പഠിച്ചിട്ടുണ്ട്. അല്ല എന്നാലും ഒരു ആവറേജ്. അമ്മ എഴുന്നേറ്റിട്ട് എഴുന്നേക്കും, അതിന് മുമ്പ് എഴുന്നേക്കും. അമ്മ എഴുന്നേറ്റ്. അതിന് മുമ്പ് എഴുന്നേക്കണോ? നാളെ മുതൽ ഒരു വലിയൊരു മാറ്റം നിങ്ങൾക്കൊക്കെ. എല്ലാരും വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് ഏയ് ഞാൻ പഠിക്കാൻ പോയി കാപ്പി ഉണ്ടാക്കി താ. എന്ത് പറ്റി? എത്രയോ കൊല്ലങ്ങളായിട്ട് ഇയാളെ മാറ്റാൻ നോക്കിയിട്ട് ഇതുവരെ മാറിയിട്ടില്ല. മാറ്റണം. ഈസ് ഇറ്റ് പോസിറ്റീവ് ഓർ നോട്ട്? യു വാണ്ട് ടു ചേഞ്ച്? പക്ഷെ വലിയ ബുദ്ധിമുട്ടാ. എന്ത് സുഖമല്ലേ രാവിലെ, എന്ത് മടിയാ രാവിലെ എഴുന്നേക്കാൻ. ആണോ അല്ലയോ? പക്ഷെ നിങ്ങളെയൊക്കെ ഞാൻ രാവിലെ എഴുന്നേപ്പിച്ചു തരാം നാളെ രാവിലെ, ഗ്യാരണ്ടി. യെസ്. Drink 3 liters of water before going to bed today. എന്താ പേര്? ഗൗരി ലക്ഷ്മി കാണാൻ രാവിലെ 3 മണിയാകുമ്പോ ചാട്ടി ഓടി പോണത്. അമ്മ എന്താ മോളെ ഉറങ്ങ്? നോ ഡേഞ്ചർ. പിന്നെ തിരിച്ചു വന്ന് കിടക്കരുത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യരുത്? അയൽവക്കക്കാരോട് പറയിപ്പിക്കരുത്. കാരണം ബെഡ് വൃത്തികേടായാൽ പുറത്ത് തോരയിടുമ്പോ ആള് പറയുന്നത് എന്ത് പറ്റിയത്. അത് ബെഡിലൊന്നും പ്രശ്നം ഉണ്ടാക്കരുത്. മനസ്സിലായോ? തോന്നുമ്പോ ഓടിക്കോണം. അപ്പൊ ഏത് സമയത്ത് തോന്നും? ബ്രാഹ്മ മുഹൂർത്തം ഉദിക്കുന്നതിന് 3 മണിക്കൂർ മുമ്പ് നിങ്ങൾ എഴുന്നേക്കും. ഇന്ന് രാത്രി കുറെ വെള്ളം കുടിച്ചാൽ. എത്ര കൂടുതൽ വെള്ളം കുടിക്കുന്നോ അത്രയും നിങ്ങളുടെ ബുദ്ധി കൂടും, ഭംഗി കൂടും. കാരണം പകലൊന്നും നിങ്ങൾ ആവശ്യത്തിൽ വെള്ളം കുടിക്കുന്നില്ല. യെസ് ഓർ നോ? ശരീരം ശുദ്ധമാവണമെങ്കിൽ എന്ത് വേണം? നല്ല പോലെ വെള്ളം. ഞാൻ 8ാം ക്ലാസ്സിലെ കുറെ കുട്ടികളെടുത്ത് ക്ലാസ് എടുത്തു പറഞ്ഞില്ലേ? എല്ലാവരുടെയും കയ്യിൽ ഒരു കുപ്പി വെള്ളം വേണം. ഉച്ചയാകുമ്പോഴത്തേക്കും ആ വെള്ളം കുടിച്ച് തീർത്തിട്ടില്ലെങ്കിൽ വായ ഇങ്ങനെ തുറന്നിട്ട് ഫുള്ള് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ പണിഷ് ചെയ്ത് എന്റെ പിള്ളേരെ. എന്താ കാരണം? അങ്ങനെ എത്ര വെള്ളം കുടിക്കുന്നോ അത്രയും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. വെള്ളം കുടിക്കണമെങ്കിൽ there is a 20 second rule. എന്താണ് 20 second rule? കൈ ഇങ്ങനെ എടുത്താൽ കിട്ടുന്നിടത്ത് വെള്ളം വെച്ചാലേ ഞാൻ കുടിക്കുള്ളൂ. അതുകൊണ്ട് ബാഗിനുള്ളിൽ കൂട്ടി വെച്ചാൽ വെള്ളം കുടിക്കില്ല. അത് പുറത്ത് വെച്ച് നിങ്ങളുടെ മുമ്പിലാന്ന് വിചാരിക്കും, അറിയാതെ എടുത്ത് കുടിച്ചു. സോ സ്റ്റഡി ടേബിൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് എന്ത് വേണം? കമ്പൽസറി. ക്യൂട്ടായിട്ട് മാറും. സുന്ദരി കുട്ടിയോ? Good afternoon, yes, Yeah. my name is Ankit. My question is, how will AI affect the future of the program? How can future programs benefit from it? AI ഉപയോഗിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിങ്ങിന്റെ എണ്ണം എന്ന് പറയുന്നത് ഇതുവരെ കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടായിരുന്ന ജോലിയെക്കാളും അതിനേക്കാളും ഇത്ര കൊല്ലങ്ങളായിട്ടുള്ള കുറേ കൂടുതലായിരിക്കും അടുത്ത 10 വർഷത്തിൽ AI ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടർ ജോലികൾ. അത്രയും കൂടുകയാണ്. കാരണം ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. കുറേ നോളജ് ഉണ്ട്. എൻ്റെ എല്ലാ വീഡിയോസും 10,000-കണക്കിന് വീഡിയോസ് കാണണമെങ്കിൽ ചിലപ്പം ജന്മം ഫുൾ മതിയാകും. ഞാൻ എല്ലാ വീഡിയോസും കാണണമെങ്കിൽ എനിക്ക് ഇതുവരെയുള്ളത് അടുത്തൊരു 100 ജന്മം കൂടി വേണം. അത്രയും യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എനിക്ക് AI-യോട് പറയാം, ഈ സബ്ജക്റ്റിലുള്ള എല്ലാ വീഡിയോസിന്റെയും ഒരു സബ്ജക്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ശരി.
അപ്പൊ എനിക്ക് കുറേ ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുമ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ടീച്ചിങ് ഇൻ ദ 3-2-1 വേൾഡ്, ഹൗ ടീച്ചേഴ്സ് ഹാവ് ടു ചേഞ്ച് എന്നൊരു ബുക്കുണ്ട്. ഹൗ ഈസ് യുവർ ലൈഫ് വിത്ത് ന്യൂ ജെൻ. അപ്പൊ ഇപ്പൊ ടൈനി ടോട്ട്സ് ഒന്നുമല്ല കുട്ടികളെ വിളിക്കുക, ടെക് ടോട്ട്സ്. എന്താണ് ടെക് ടോട്ട്സ്? നിങ്ങളുടെ ക്ലാസ് മുറികള് ഇപ്പോഴൊക്കെ ഹൈടെക് ക്ലാസ് മുറികൾ എന്നൊക്കെയാണ് പറയാ. എപ്പോഴാ ഹൈടെക് ആവുക? ക്ലാസ് മുറികളിൽ കുറെ സ്മാർട്ട് ബോർഡ് ഉണ്ടായിട്ട് കാര്യമില്ല. ഇരിക്കുന്നവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് വന്നേ. പക്ഷെ എന്തിനെ ഉപയോഗിക്കാവൂ? പഠിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ. പണ്ട് മാഷ് വലിയ ബ്ലാക്ക് ബോർഡും വൈറ്റ് ചോക്കും ഉപയോഗിച്ചപ്പോ നമ്മുടെ കയ്യിലൊക്കെ ബ്ലാക്ക് സ്ലേറ്റും വൈറ്റ് പെൻസിൽസും ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ ക്ലാസ് മുറികളിൽ കുറച്ച് സമയമെങ്കിലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടാവും. പക്ഷെ എന്താ കുഴപ്പം? നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഗുണമുള്ള ഒന്നും നിങ്ങൾ പലരും ചെയ്യാറില്ല എന്നുള്ളത്. സോ യു മസ്റ്റ് നോ ഹൗ ടു യൂസ് യുവർ സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് എത്ര ഇമാജിനേഷൻ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ യൂട്ടിലൈസ് all the technology to the best of its benefit and kind, so that you become smart and smart and smart again. അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നോ ലിമിറ്റ്, ബിയോണ്ട് ലിമിറ്റ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ പണ്ടൊന്നും ആരും ഗൂഗിൾ മാപ്പ് വെച്ചിട്ടല്ല ചെയ്യാം, ആണോ? ഐ കോണ്ട് ലിവ് വിത്തൗട്ട് എ ഗൂഗിൾ മാപ്പ്. എവറിത്തിങ് ഐ നോ, ആൻഡ് ഐ നോ വാട്ട്സ് ഹിയർ, വാട്ട്സ് ദേർ, വാട്ട്സ് ഹാപ്പനിങ് എല്ലാം നമ്മൾ അറിയുന്നത്. ന്യൂസ് വായിക്കുന്നതൊക്കെ പണ്ട് പത്രത്തിലാണ്, ഇപ്പൊ പത്രം വായിക്കാറില്ല. പത്രം വായിക്കാറില്ല എന്ന് മാത്രമല്ല, there are no newspaper stands available. പണ്ടൊക്കെ എല്ലാ ബസ് സ്റ്റോപ്പിന്റെ അടുത്തും കുറെ ന്യൂസ് പേപ്പർ ഉണ്ടാവും. ഇപ്പൊ ഒറ്റ ന്യൂസ് പേപ്പർ സ്റ്റാൻഡ് ഇല്ല. കാരണം ആരും ന്യൂസ് പേപ്പർ വായിക്കാറില്ല, അതൊക്കെ ഇപ്പൊ നെറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് യു ഷുഡ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ന്യൂസ്. അത് വായിച്ച് അതിന്റെ കൺസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഏറ്റെടുക്കുമ്പോഴാണ് വാട്ട് വിൽ ഹാപ്പൻ. ഇതെവിടെയാ കാണും നിങ്ങൾ? എഐക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ മോൻ ചോദിച്ച ചോദ്യം, ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് അറിയേണ്ടത് വേൾഡ് എക്കണോമിക് സമ്മിറ്റ്. എന്ത് കാണണം? ലോകത്തിന്റെ പുരോഗതി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ലോകത്തിന്റെ എല്ലാ അധിപന്മാരും ഇരുന്നിട്ടുള്ള വേൾഡ് എക്കണോമിക് സമ്മിറ്റുകൾ. ആ സമ്മിറ്റുകളിന്റെ അത് പഠിക്കണം. ഞാനൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്താ പറയുന്നത്, അമേരിക്കയുടെ പ്രസിഡന്റ് എന്താ പറയുന്നത്, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്താ പറയുന്നത്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അയാളുടെ വിവരമല്ല, ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭന്മാർ എഴുതി കൊടുക്കുന്നതാണ് അവർ പറയുക. അപ്പൊ ഇന്ത്യ മുന്നോട്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വാട്ട് ഹാപ്പൻസ് ഇഫ് ചൈന ഡസന്റ് ടു പ്രൊഡ്യൂസ്, ഇഫ് ദർ ഇസ് എ മോർ ടാക്സ് ഫ്രം ചൈന ആൻഡ് അമേരിക്ക, USA ഈസ് ഫൈറ്റിംഗ് വാർ, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു അസ്? ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊക്കെ എന്തുകൊണ്ടാ AI ഉണ്ടാവും. മനസ്സിലാവും? എളുപ്പമാണ്. ഡാറ്റ അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ബിഗ് ഡാറ്റ. ഇപ്പൊ പണ്ടൊക്കെ സൂപ്പർ മാർക്കറ്റില് സാധനങ്ങൾ എവിടെ വെച്ചു? ഇപ്പൊ ഹോർലിക്സ് ഏത് സൂപ്പർ മാർക്കറ്റുകാരനോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, കമ്പ്യൂട്ടർ പറയും അയാളോട് കമ്പ്യൂട്ടർ പറയും. എന്താ പറയാ? ഇന്നെന്താ ആഴ്ച? ചൊവ്വാഴ്ച. ഫ്രൈഡേ ആവുമ്പോഴത്തേക്കും എന്റെ സ്റ്റോക്കിലുള്ള ഇന്ന പ്രോഡക്റ്റ് ഇത്ര നമ്പർ വിറ്റ് തരും. അങ്ങനെയാണ് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര ഉണ്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് മെഷർ ചെയ്യും. മെഷർ ചെയ്തിട്ട് തീരാറാവുമ്പോഴത്തേക്കും ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകും. കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ അറിയില്ല, ഓണർ അറിയില്ല, ഒന്നും അറിയില്ല, അവരവിടെ സാധനം കൊണ്ടുവച്ചിട്ട് പോകും. അങ്ങനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്താ പറയാ? ഇതാരും ഫിസിക്കലി അല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ മെഷർ ചെയ്യുന്നു, അയാളുടെ ഹിപ്പ് റീപ്ലേസ് ചെയ്യണം, അതിന്റെ മെഷർമെന്റ് ഇന്നതാണെന്ന് അയാൾ എടുക്കുമ്പോഴത്തേക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിക്ക് പോകും, അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും, അവിടത്തേക്ക് എത്തിക്കും. ഇതൊക്കെ മനുഷ്യന്മാരല്ല ചെയ്യുന്നത്, എല്ലാം ഓൺ ദ നെറ്റ്, ഇന്റർനെറ്റ്, നെറ്റിലൂടെയാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് വേണം? 4G പോരാ, 5G പോരാ, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, എല്ലാം ഇന്റർനെറ്റാ ചെയ്യും. ആ മെഷർ ചെയ്യുന്നതും കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ആണ്, അതും കമ്പ്യൂട്ടർ, ഇതും കമ്പ്യൂട്ടർ, എല്ലാം നടക്കും. ഞാനൊക്കെ വീട്ടിൽ ഏതെങ്കിലും ഒരു സാധനം മേടിക്കാൻ തീരുമാനിച്ചു വിചാരിക്കാം നമ്മൾ, എന്നിട്ട് വെറുതെ സംസാരിക്കാം. നമ്മൾ ഇന്ന് മേടിക്കാൻ പോകുന്ന ഷൂ ഇന്ന കമ്പനിയാണ് നല്ലതല്ലേ എന്ന് എന്റെ മക്കളോടോ ആരോടെങ്കിലും ഒക്കെ ഫ്രണ്ട്സിനോ ഒക്കെ സംസാരിക്കാൻ വിചാരിക്കാം. ഞാൻ അടുത്ത പ്രാവശ്യം എന്റെ ഫോൺ തുറക്കുമ്പോഴത്തേക്ക് ആദ്യം വരിക ഷൂവിന്റെ അഡ്വർടൈസ്മെന്റ്.
കാരണം ഇത് ഓഫായി കിടക്കുമ്പോഴും ഞാൻ സംസാരിക്കുന്നത് ക്യാച്ച് ചെയ്തിട്ട് ആ അഡ്വർടൈസ്മെന്റ്സ് ഏതാണ് വരേണ്ടതെന്ന് ആരാ തീരുമാനിക്കണത്? അപ്പൊ നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടാണ് പറയണമെന്നുള്ള ധാരണ ഒന്നും വേണ്ട, എല്ലാം ക്യാപ്ചർ ചെയ്യണം. നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും ആരോടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, തീർന്നു കഥ, ഉടനെ വരുമത്. നിങ്ങൾ 10 വീഡിയോ കാണാം ഡോക്ടർ TPSന്റെ. 11ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മുമ്പിൽ എന്റെ വീഡിയോ വരും. കാരണം നിങ്ങളുടെ ക്യാരക്ടർ ഓൾറെഡി പഠിച്ചു വരും. ഓക്കെ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ A is going to feed people and that's a big market, that's a business. Everything ends in business, starts in business. ഇടയിലാണ് ടെക്നോളജിയും അറിവും ഡോക്ടർമാരും ഒക്കെ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഈ ആൽജിബ്ര എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആൽജിബ്ര എന്ന് പറയുന്നത് കംപ്ലീറ്റ് ജോമെട്രിയാണ്. നിങ്ങൾക്ക് ആൽജിബ്രയാണ് ബുദ്ധിമുട്ട്, അത് ജോമെട്രി ആക്കിയിട്ട് മാറ്റാം. എന്താണ് ആൽജിബ്ര? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡാൻസ് കാരിയോട് വന്നിട്ട് x = y, ഇതാണ് x ആക്സിസ്, ഇതാണ് y ആക്സിസ്. ഇതെന്താ? y = 0. ഇത് ആൽജിബ്രയാണ്. അത് ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ജോമെട്രി. അപ്പൊ വിഷ്വലൈസ് ചെയ്യാൻ സാധിച്ചാൽ ആൾജിബ്രയെ എന്താക്കി മാറ്റാൻ പറ്റും? ജോമെട്രി ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ആ സബ്ജക്റ്റിന്റെ പേരാണ് ആൾജിബ്രൈക് ജോമെട്രി. വളരെ റയർ ആയിട്ട് ആൾക്കാർ പഠിക്കുന്ന മാത്സിലെ ഒരു സബ്ജക്റ്റ് ആണ്. ഭാഗ്യവശാൽ ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നു ആ വിഷയം. എനിക്ക് തോന്നുന്നു ആ ഒരു ബാച്ച് മാത്രമേ ഉള്ളൂ, അടുത്ത ബാച്ച് പോലും ഒന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ x = y എന്ന് പറഞ്ഞാൽ ഉടനെ എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും, x = y. കാരണം x 1 ആയാൽ y ഉം 1 ആണ്, അല്ലേ? x = -y, ഇതാണ് ലൈൻ. കാരണം x പോസിറ്റീവ് ആകുമ്പോൾ y നെഗറ്റീവ് ആവും. അപ്പൊ x = -y and this is x = y. മനസ്സിലായോ? and x² + y² = 9. 3 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ്. അപ്പൊ ജോമെട്രിയിൽ എന്താ ചെയ്യാ? x² + y² = 9 എന്നൊരു ഇക്വേഷൻ തന്ന് x = y, ഇത് രണ്ടും സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ y ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്യുന്നതാണ് ആൾജിബ്ര. ഞാൻ ഇങ്ങനെ ഒരു വര വരച്ച് ഇതും വരച്ച് ഈ പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ് ജോമെട്രി. അപ്പൊ എല്ലാ ആൾജിബ്രൈക് ഇക്വേഷനെയും എനിക്ക് എന്താക്കിയിട്ട് മാറ്റാൻ പറ്റും? മനസ്സിലായോ? അപ്പൊ എന്ത് ആൾജിബ്ര കിട്ടുമ്പോഴും ഉടനെ എന്ത് ചെയ്യാം? എല്ലാം പറ്റില്ല, പറ്റുന്നതൊക്കെ ചെയ്യും. അണ്ടർസ്റ്റുഡ്? ദാറ്റ്സ് ഇറ്റ്. കാരണം ആൾജിബ്ര കുറെ കൂടി കഴിയുമ്പോൾ മാട്രിക്സ്, കുറെ ഇക്വേഷൻസ് വരും. ആ ഇക്വേഷൻസ് ഒക്കെ മാട്രിക്സ് ആയിട്ട് മാറ്റും. ഇങ്ങനെ വരിക: a11x + a12y = c1, a21x + a22y = c2 എന്നൊക്കെ വരുമ്പോ ഞാൻ എന്താക്കിയിട്ട് മാറ്റും? a11 a11 a12 a21 a22 into xy = c1 c2 എന്ന മാട്രിക്സ് ആക്കും. ഇതാണ് മാട്രിക്സ് ആൾജിബ്ര. ഇത് കുറേ വലുത് വരും. ഞങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് 50/50 ഒക്കെയാണ്. കാരണം ഞങ്ങളുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് എന്താ? എത്ര ഡോട്ട്സ് ഉണ്ടോ അത്രയാണ്. അത്ര ഉണ്ടാവും 2k/2k, 2000/2000 ഉള്ള മാട്രിക്സിനെ മൾട്ടിപ്ലൈ ആൻഡ് ഗെറ്റ് ഇൻടു അനദർ ഇമേജ്. അതൊക്കെ ആൾജിബ്രയാണ്. അവസാനം നമ്മുടെ ഇമേജ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറയുന്നത് ഫുൾ ആൾജിബ്രയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടർ ടിവിയില് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ചെക്കില്ലേ? അല്ലേ? ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ചെക്കില്ലേ? എന്താ നടക്കണേ? കംപ്ലീറ്റ് ആൾജിബ്രയാണ്. എന്താണ് ആ തന്നിട്ടുള്ള ഇമേജ്? കുറച്ച് ഡാർക്കാണ്. എന്താ ഡാർക്ക് എന്ന് പറഞ്ഞ അർത്ഥം? ഏറ്റവും നല്ല ഡാർക്ക് ആയിട്ടുള്ളതിന് 0 വാല്യൂ, ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളത് 255. എന്താ 255 ആകാൻ കാരണം? 255 + 1 എത്ര നമ്പർ ഉണ്ട്? 0 and 255 256. എത്ര ഉണ്ട്? 256. That is equal to 2/8. അങ്ങനെയാണ് 8-bit ഇമേജ് എന്ന് പറയുന്നത്. എന്താ പറയാ? 8-bit. അങ്ങനെ 3 8-bit ആണ് RGB, റെഡ് ഗ്രീൻ ബ്ലൂ. അപ്പൊ 3 8-bit ആകുമ്പോ ഇതെന്താവും? 24-bit ആവും. 24-bit ആണ് കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ, ടിവിയുടെ ഡിസ്പ്ലേ. അപ്പൊ അതെന്താണ്?
നിങ്ങളുടെ ഒരു പിന്നെ ടി വി എന്ന് പറയുന്നത് 2K എന്ന് പറഞ്ഞാൽ 2000. ഇവിടെ എത്രയുണ്ട്? 1600. അപ്പൊ 1600 മൾട്ടിപ്ലൈഡ് ബൈ 2000 അത്രയും ഉള്ളൊരു മാട്രിക്സ് ഉണ്ട്. അവിടെ നിങ്ങൾ ഒരാളുടെ പടം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കണ്ണിന്റെ ഭാഗം 0 ആയിരിക്കും, തൊട്ട് അടുത്തുള്ള ഭാഗം വൈറ്റ് ആയിരിക്കും, അതിന് മുകളിലുള്ള ഭാഗം ബ്ലാക്ക് ആയിരിക്കും. ഈ പിക്ചർ വരുമ്പോ ഇതൊക്കെ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഏത് നമ്പേഴ്സ്? RGBയുടെ ഡിഫറെന്റ് നമ്പേഴ്സ്. ഞാൻ ബ്രൈറ്റ്നെസ് അമർത്തുമ്പോൾ എന്താ ചെയ്യണേ? ഈ മാട്രിക്സിൽ എല്ലാത്തിനും ആഡ് ചെയ്യും. കാരണം 0 ആയ ബ്ലാക്ക് ആണ്, 255 വൈറ്റ്, അത് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റും. കോൺട്രാസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യണേ? ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ളത് ബ്ലാക്ക് ആക്കും, വൈറ്റ് ആയിട്ടുള്ളത് വൈറ്റ് ആക്കും. എന്നിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാവുക ഇമേജ്, അതിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. പിന്നെ ഹിസ്റ്റോഗ്രാം എന്നാ പറയാ. എന്താ പറയാ? ഹിസ്റ്റോഗ്രാം. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആ ഫുൾ ഇമേജ് നോക്കിയിട്ട് ഇവിടെയാണ് അതിന്റെ വാല്യൂ എങ്കിൽ അതിനെ ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം സ്ട്രെച്ചിങ് പറയുക. കംപ്ലീറ്റ് മാട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ആൾജിബ്ര കുറച്ചും കൂടി ഹയർ ആവുമ്പോൾ മാട്രിക്സ് ആവും. ആ മാട്രിക്സ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ അതുപോലെ ഇലക്ട്രോണിക്സോ അതുപോലെ മെഡിക്കൽ സയൻസിൽ ഏത് വിഷയം പഠിച്ചാലും ഇതൊക്കെ അതിനകത്തേക്ക് വരും. അതുകൊണ്ട് ഓൾജിബ്ര നല്ലപോലെ പഠിക്കുക. ഏറ്റവും സിമ്പിൾ ആയിരുന്നു. ഇതേ ഓൾജിബ്ര ഫൈനൈറ്റ് എന്നാ പറയാ. എന്താ പറയാ? ഫൈനൈറ്റ്. അത് ഇൻഫിനിറ്റ് ആവുമ്പോഴാണ് അനാലിസിസ് എന്ന് പറയാ. ഇപ്പൊ ഓൾജിബ്ര ഉണ്ട്. BSc MSc അല്ലെങ്കിൽ ഹയർ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അവർ പഠിക്കുന്നതാണ് അനാലിസിസ്, റിയൽ അനാലിസിസ്, കോംപ്ലക്സ് അനാലിസിസ്, കുറെ വിഷയങ്ങൾ. അത് കംപ്ലീറ്റ് ഓൾജിബ്രയുടെ എക്സ്റ്റൻഷനാണ്. ഫൈനൈറ്റ് ആയ ഓൾജിബ്ര, ഇൻഫിനിറ്റ് ആയ അനാലിസിസ്. ഇപ്പൊ x+y എന്നൊക്കെ പറയുള്ളൂ. x+y + z + etc. up to infinity എന്തായി? അനാലിസിസ് ആയി. നല്ലപോലെ പഠിക്കണം. വിഷ്വലൈസ് ഇറ്റ്. ഓക്കെ. എന്തെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ? കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഡോക്ടർ TPS ഇന്നലെ ഒരു ട്രിക്ക് പറഞ്ഞായിരുന്നു. 72 27 ആയിട്ടോ അങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ 72 27 ചെയ്തപ്പോൾ 7 + 2 5. 7 - 2 5. 7 - 2 5ഉം 7 + 2 7 + 2 പറഞ്ഞിട്ടില്ല. 7 - 2 5 മൾട്ടിപ്ലൈ വേണ്ടേ? പകുതി കേട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ 64 - 46 എന്താ ചെയ്യാം? 64 - 46. 6ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2 × 9. എപ്പോഴും 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ റിവേഴ്സ് ആണ്. ഇങ്ങനെയാണ്. എന്നോട് സ്വകാര്യം പറയാനല്ല ഇവിടെ വരില്ല, ഈ സാധനത്തിലൂടെ പറയും. Define DCE, the fifth state of matter. എന്തിനാ ചോദിക്കണേ? എനിക്ക് കുറെ കാലമായിട്ടുള്ള ഡൗട്ട്. എന്താണ് അതിനകത്ത് അറിയുന്നതൊക്കെ പറയും, ബാക്കി പിന്നെ പറയാം. യൂസ് ദിസ് മൈക്ക്. ബോസ് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ബോസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റും ഐൻസ്റ്റൈനും കൂടെ കണ്ടുപിടിച്ചൊരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് BCE. അത് പ്ലാസ്മ കൊണ്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ്മ ഹൈ ഇതിൽ പോകുമ്പോഴത്തേക്കും ഹൈ ടെമ്പറേച്ചറിൽ പോകുമ്പോൾ ഫ്ലോ ചെയ്യും. നമ്മൾ സാധാരണ എത്ര സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്താണത്? പ്ലാസ്മ. എന്താണ് പ്ലാസ്മ? എന്താണ്? എന്താണ് പ്ലാസ്മ എന്ന് ചോദിക്കുമ്പോ എന്താണ് പിന്നെ tell me, what do you know? See, നമ്മുടെ സാധാരണഗതിയിലുള്ള ടെമ്പറേച്ചറിലാണ് ഓരോ സംഭവത്തിനെയും വ്യത്യസ്തമായിട്ട് നമ്മൾ കാണും. Assume that this is a solid, you heat it up maximum, what will happen? It get into fire,
then become ashes. സാധാരണ ചില സോളിഡ് ഒക്കെ ഐസ് ചൂടാക്കിയ എന്താവും? ലിക്വിഡ് ആവും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുക. ഏതെങ്കിലും ലിക്വിഡ് ചൂടാക്കിയ സോളിഡ് ആവും? ഇല്ലേ? വീട്ടിൽ ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കാറില്ലേ? സോളിഡ് റിമെയിൻസ് ആൻഡ് ദെൻ ലിക്വിഡ് ഗോസ് അപ്പ്, റൈറ്റ്? അപ്പോൾ ലിക്വിഡ് വാനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സോളിഡ് ആവും, ബാക്കി ഗ്യാസ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഇനി ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. യു ഹീറ്റ് ഇറ്റ് അപ്പ് മാക്സിമം, then what happens is it gets into a state of glow. നമ്മള് മിറാഷ് എന്നൊക്കെ പറയില്ലേ, കടലിലൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വെള്ളം കാണാം, അതിന്റെ മുകളിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ കാണാം. ഓടിക്കുന്ന വണ്ടിയിൽ മുന്നിൽ എന്തോ ഒരു സാധനം കാണാം. അത് ഗ്യാസും അല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്യൂം പോലൊരു തോന്നലുണ്ടാവും. പക്ഷെ ആ ഒരു സ്റ്റേറ്റ് എല്ലായിടത്തും എപ്പോഴും ഉണ്ടാവണമെന്നില്ല, ചിലയിടത്ത് ചിലപ്പോഴൊക്കെ ഉണ്ടാവും. ആ ഒരു തോന്നലാണ് നമ്മൾ പറയാറ്. അതുപോലെ നമ്മളിപ്പം ക്വാർക്ക് കേട്ടിട്ടുണ്ട്. ആറ്റം ഏറ്റവും സ്മോളസ്റ്റ്, അതിന് താഴെയുള്ളതാണ്. അത് കണ്ടുപിടിച്ചത് ECG സുദർശൻ എന്ന് പറഞ്ഞ കോട്ടയത്തുകാരനാണ്. അദ്ദേഹം നല്ലൊരു ഫിസിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല പലരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള റിസൾട്ട് ഒക്കെ വരുമ്പോ ജസ്റ്റ് ഹിയർ there are many more things to happen. ഇതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള തിയറികളാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ റോക്കറ്റ് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ലിക്വിഡ് ഉണ്ടാവും, സോളിഡ് ഉണ്ടാവും, കുറെ വേസ്റ്റ് ഉണ്ടാവും, പോറസ് മീഡിയം ഉണ്ടാവും, അതില് ചില ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവും. പെട്ടെന്നുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു മായ എന്നൊക്കെ പറയും. വി ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. ആ ഒരു അവസ്ഥയാണ് സാധാരണ ഡിസ്ക്രൈബ് ചെയ്യാറ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഹൈപ്പോത്തസിസ്. ആരോ പറഞ്ഞു, നടക്കണ്ടോ, ശരിയാണോ, ശരിക്കും പ്രൂവ് ചെയ്യാൻ സംഭവം. How to learn new languages like German? എന്തിനാ ജർമ്മനൊക്കെ പഠിക്കണം? തൊട്ടടുത്ത തമിഴ് അറിയോ നിങ്ങൾക്ക്? മൂന്ന് വാക്കുകൾ പഠിച്ചാൽ, ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ചോദിക്കുന്നത്, 3 വാക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ആ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം. പഠിപ്പിക്കട്ടെ? കേരളത്തിൽ വന്നാൽ, ഇപ്പൊ ഇവിടെ വന്നാൽ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ 3 വാക്ക് പഠിച്ചാൽ മലയാളം അറിയാത്ത ആൾക്കും ഇവിടെ വന്നാൽ എല്ലാ കാര്യമായിട്ട് ചെയ്തിട്ട് പോവാം. ഇപ്പൊ ഇവിടെ വരുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. എന്തായിരിക്കും ഒരു കാര്യം? ചിന്മയിലേക്ക് വരുന്നു, അവരാരെ കാണണം? പ്രിൻസിപ്പളെ കാണും. അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോൾ ചോദിക്കണം, എന്താ ചോദിക്കണം? അതാണല്ലോ നമ്മുടെ ആവശ്യം, ലാംഗ്വേജ് അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ കാണുന്ന ആദ്യമുള്ള ഒരാളെ സെക്യൂരിറ്റി, അയാളോട് ചോദിക്കണം. അയാൾക്ക് വേറെ ഭാഷയൊന്നും അറിയില്ല, മലയാളം അറിയില്ല. അപ്പൊ എന്ത് ചോദിക്കും നമ്മൾ? 3 വാക്കറിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവിടേക്ക് എത്താം. എന്താ അറിയോ? പറഞ്ഞു. ഇവിടെ, റിപ്പീറ്റ്, ഇവിടെ, അവിടെ, എവിടെ. ഞാൻ കയറി വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പ്രിൻസിപ്പൽ എവിടെ? അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പ്രിൻസിപ്പൽ അവിടെ. നേരെ അങ്ങോട്ട് പോയാൽ കണ്ടില്ലേ? ആണോ അല്ലയോ? ദാഹിക്കുണ്ട്, വെള്ളം എന്നുള്ളതിന് വെള്ളം തന്നെ പറയാനൊന്നുമില്ല. വാട്ടർ എവിടെ? കാരണം എല്ലാവർക്കും വാട്ടർ അറിയാലോ. അല്ലെങ്കിൽ വാട്ടർ എവിടെ? യെസ് ഓർ നോ? തമിഴ്നാട്ടിൽ പോയാൽ ഇതെങ്ങനെ എങ്ങനെ പറയണം? ഇங்கே, അങ്ങേ, എങ്കേ. തമിഴ്നാട്ടിലും ജീവിക്കും. എന്റെ നാട്ടിൽ വന്നു വിചാരിക്കും, എവിടെ? ആന്ധ്ര. ഇക്കടെ, അക്കടെ, എക്കടെ. ഇല്ലി, അല്ലി, എല്ലി. കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം. എന്തിനാണ് ഈ ജർമ്മൻ? ഏത് ഭാഷയും പഠിക്കുമ്പോ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ മിനിമം വാക്കുകൾ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ എളുപ്പമാണ്. മനസ്സിലായോ? പിന്നെ ചെയ്യാനുള്ളത്, ഓരോ സിനിമയും കാണുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. 10 പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവാത്ത ഭാഷയില്ല. നമ്മൾ മലയാളം പഠിച്ചത് വേറെ ഏതെങ്കിലും ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണോ? ഞാൻ കന്നഡ പഠിച്ചത് ബാംഗ്ലൂരിലുള്ളപ്പോൾ കന്നഡ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കട്ടെ? ഇത് പറയും, ഇത് നന്ന തലൈ, ഇത് നിന്ന തലൈ. ഇത് സെയിം, നന്ന നിന്ന, എന്റെ നിന്റെ. തീർന്നില്ലേ?
10 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും അത് പഠിക്കുമല്ലോ. ഇത് നന്ന തല, ഇത് നിന്ന തല. അപ്പൊ ഭാഷ പഠിക്കാൻ എന്ത് വേണ്ട? ട്രാൻസ്ലേഷൻ വേണ്ട. അതുകൊണ്ട് ഞാൻ തെലുങ്കിൽ പറയുമ്പോ തെലുങ്ക് ആലോചിച്ചിട്ട് ഞാൻ പറയണം. നിങ്ങൾ ഏത് സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്? ആലപ്പുഴയിൽ. ആലപ്പുഴ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സംഭവം ഏതാണ്? ലോകം അറിയുന്ന ഏറ്റവും വലിയ അവിടെ പാടുന്ന പാട്ട് ഏതാ? ഉറക്കെ. കുട്ടനാട്. കുട്ടനാട് എവിടെയാ? ആലപ്പുഴയിൽ. ഇതേ പാട്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ ആദ്യമായിട്ട് ബോട്ട് റേസ് നടത്തിയത് അതിന്റെ മുഖ്യ സംഘാടകൻ ഞാനാണ്, ഹൈദരാബാദിൽ. അപ്പൊ ഒരിക്കലും ഭാഷയില്ലായിരുന്നു. കുട്ടനാട്ടിന്റെ പാട്ട് എവിടെ പാടണം? ഹൈദരാബാദ്. ഏത് ഭാഷയിൽ പാടണം? തെലുങ്കിൽ പാടണം. ഓക്കെ. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ പാടും. കുട്ടനാടൻ. ഓക്കെ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ പാട്. കുട്ടനാടൻ പുഞ്ചയിലെ ചിന്നമ്മായി മഞ്ചിവാളെ കൊട്ടുപാട്ടു കാവാലണ്ടി അട്ടമൈന. ഞാൻ തെലുങ്കിലെ ട്രാൻസ്ലേറ്റ് ചെയ്തോ? എങ്ങനെയുണ്ട്? മനസ്സിലായോ? കുട്ടനാട് മാറ്റാൻ പാടില്ല, കാരണം കുട്ടനാടാണ്. പഠിച്ചൂടെ? കുട്ടനാടൻ പുഞ്ചയിലെ ചിന്നമ്മായി കൊച്ചു പെണ്ണെ. പെണ്ണെന്ന് പറഞ്ഞ അമ്മായി എന്നാണ്. കൊച്ചു പെണ്ണെ എന്നുള്ളതിന്റെ തെലുങ്ക് എന്താണ്? ചിന്നമ്മായി. കൊച്ചു പെണ്ണെ, ചിന്നമ്മായി, മഞ്ചിവാളെ. കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയെ. ചിന്നമ്മായി മഞ്ചിവാളെ കൊട്ടുപാട്ടു കാവാലണ്ടി. കൊട്ടും പാട്ടും വേണം. വേണം എന്നുള്ളൊരു കാവാലം. അല്ലാതെ നിങ്ങളുടെ കാവാലം. കൊട്ടുപാട്ടു കാവാലണ്ടി അട്ടമൈന. നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ പേരും അറിയോ? തെക്കു തിരുവനന്തപുരവും, കൊല്ലമലപ്പുഴ കോട്ടയവും, ശബരിമലയുള്ള പത്തനംതിട്ടയും. പിന്നേതാ? അഴകേറിയൊരു എറണാകുളം അരികത്തിടുക്കിയും, അരിവിളയും പാലക്കാടും തൃശ്ശൂരും, വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം, വാഴ്സിറ്റിയുള്ള മലപ്പുറം ജില്ലയും, കോഴിക്കോട് വയനാട് കണ്ണൂർ, അങ്ങ് വടക്കന്റെ കാസർഗോഡും, ആന്ധ്രാപ്രദേശ് ഡിസ്ട്രിക്ട് ഡോക്ടർ TPS. അപ്പൊ ആന്ധ്രയിലെ പാട്ട്. തിരുപ്പതി ഉന്നത് ചിത്തൂരിലോ. ഓക്കെ. അവിടെ ഒരു ഡിസ്ട്രിക്ട് ഉണ്ട്, രംഗാറെഡ്ഡി എന്നാണ്. ഞാനുള്ള ഡിസ്ട്രിക്റ്റിന്റെ പേരെന്താണ്? രംഗാറെഡ്ഡി. അതിന്റെ സെന്ററിലാണ് ഹൈദരാബാദ്. അപ്പൊ ഞാൻ എഴുതിയത് രംഗാറെഡ്ഡിയുടെ വയറിനകത്താണ് ഹൈദരാബാദ്. ഹൈദരാബാദ് എന്നല്ല അതിന്റെ പേര്, ഭാഗ്യനഗരം എന്നാണ് ഒറിജിനൽ പേര്. ഹൈദരാബാദിന്റെ ആദ്യത്തെ പേരെന്താണ്? ഭാഗ്യനഗരം. അപ്പൊ ഞാൻ എഴുതിയത് രംഗാറെഡ്ഡി കടുപ്പിലോ ഭാഗ്യനഗരമോ. രംഗാറെഡ്ഡിയുടെ വയറ്റിനകത്താണ് ഭാഗ്യനഗരം ഇരിക്കുന്നത്. അപ്പൊ കവിത എഴുതാനാണ്. എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സിന്റെയും പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ ഡോക്ടർ TPS. ഞങ്ങളുടെയൊക്കെ ക്യാമ്പിൽ സ്ഥിരം നടക്കുന്നതാണ്. എല്ലാ ക്യാമ്പുകളിലും നമ്മൾ ഇങ്ങനെയുള്ള കുറെ തമാശകളായിരിക്കും. സോ ദാറ്റ്സ് എ വേ ടു ലേൺ. അപ്പൊ അതിനകത്ത് അവസാനം ഓരോ പ്രൈം മിനിസ്റ്ററുടെയും ഗുണവും അയാളുടെ പണ്ടുണ്ടായിരുന്ന തൊഴിലും ഇപ്പൊ പ്രൈം മിനിസ്റ്റർ ആയിട്ട്. അവസാനത്തെ പ്രൈം മിനിസ്റ്റർ ആരാ? പ്രൈം മിനിസ്റ്റർ അവസാനം ചേർക്കുന്നത് ചായ്വാല മോദി എന്നാണ്. ചായ്വാല മോദി. അപ്പൊ കംപ്ലീറ്റ് പാട്ടുകൾ കേട്ടാൽ എല്ലാ പ്രൈം മിനിസ്റ്ററുടെയും പേര് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഓർക്കാൻ ഏറ്റവും എളുപ്പം എന്താ? പാട്ടുകളാക്കാൻ. അങ്ങനെയാണ് പഠിക്കുക. Got it?
പിന്നെ ലേൺ ഹൗ ടു ലേൺ സാർ അതിന് elaborate ചെയ്തു. ഞാൻ പറഞ്ഞു ലേൺ ഹൗ ടു ലേൺ. എന്താ കാരണം? ഒരു റൂട്ടിലൂടെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, മറ്റേ റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു, ഈ റൂട്ടിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു നല്ല വേണ്ടത്. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ ഏത് റൂട്ടിലും എനിക്ക് ഓടിക്കാൻ പറ്റും. പഠിക്കാൻ പഠിച്ചാൽ ഒരു പുതിയ ബുക്ക് തന്നാൽ അത് ഉടനെ വായിക്കാം, അതിനെക്കുറിച്ച് നോട്ട് ഉണ്ടാക്കാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ഓരോ വാക്കുകൾ പഠിക്കുക. അങ്ങനെയാണ് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ ഏത് വിഷയവും ഓരോപോലെ പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പലരും ഇവിടെ നിന്നൊക്കെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഏറ്റവും നല്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പോകുമ്പോഴാണ് ഒന്നും മനസ്സിലാവുന്നില്ല. അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും തോക്കും. 2 കോടിയൊക്കെ കൊടുത്തിട്ടാ ചിലപ്പോൾ ചേർന്നിട്ടാവും, ലോണൊക്കെ എടുത്തിട്ട്. തോറ്റുപോയാലോ ആത്മഹത്യയിലെ ലക്ഷ്യം. അപ്പൊ വിളിക്കും, ഇതെങ്ങനെ പഠിക്കും, ഇപ്പൊ ഏതാ വിഷയം പഠിക്കണം? 4 ചാപ്റ്ററിന്റെ ഹെഡിങ് പറ, ലെറ്റ് us ഡിസ്കസ്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. എന്റെ വിഷയമാണെന്നൊന്നുമില്ലേ? 10 ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് സാധിച്ചാൽ ആ വിഷയം നിങ്ങൾ പഠിച്ചോളൂ, ഞാൻ പഠിക്കണ്ട. ആരാ പഠിക്കേണ്ടത്? നിങ്ങൾക്കാ പഠിക്കണം. അപ്പൊ ഒരു പുസ്തകം എടുക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു 30 points to students, 20 points to parents and teachers. ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അതിന്റെ ഹെഡിങ് വായിക്കുക, ക്ലോസ് ദ ടെക്സ്റ്റ് ബുക്ക്. ഹെഡിങ് വായിക്കുക, അടച്ചു വെക്കുക. ഹെഡിങ് നോക്കിയ അടച്ചു വെക്കുക. ഞാൻ ഇന്നതാണ് പഠിക്കാൻ പോകുന്നതെന്ന് 3-4 റൗണ്ട് പറയാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു പുതിയ പേപ്പർ എടുക്കുക, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന എല്ലാ കാര്യവും എഴുതാം. അത് എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല, ഇതിനേക്കാളും കൂടുതൽ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നുകൂടി എഴുതാം. ആസ്ക് യുവർ ഫ്രണ്ട്സ് ടു ഡു ദ സെയിം. എന്നിട്ട് അവരോട് പറയാം, ഞാൻ പഠിച്ചപ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായത്, എനിക്ക് 4 ചോദ്യം ചോദിക്കാൻ. അങ്ങനെ അങ്ങോട്ട് ചോദിക്കുക, ഇങ്ങോട്ട് ചോദിക്കുക, ഫിനിഷ്. ദ ലേണിംഗ് ഈസ് ഫിനിഷ്ഡ്. അങ്ങനെ പഠിച്ചാൽ നാളെ ഏത് വിഷയം വരുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കാം. മനസ്സിലായി? അതാണ് വേണ്ടത്. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരു വണ്ടിയല്ല, ഏത് വണ്ടി ഓടിക്കാൻ പറ്റും. ഇത് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു പണി നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ശരീരത്തിൽ ഓരോ സെല്ലുകളും അവ അറിയുന്ന പണി മാത്രമല്ല ചെയ്യുന്നത്. ആണോ? എനിക്ക് ഇവിടെ ഒരു കട്ടുണ്ടാവുമ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സെല്ലാണ്. ആ സെല്ല് ഇവിടെ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു മുറിവുണ്ടായാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ശരിക്കും ഗമ്മ പോലെ വരും, അതിങ്ങനെ ഒട്ടിക്കും. അതാരാ ചെയ്യണേ? സെല്ലുകളാണ്. ആ സെല്ല് പറഞ്ഞു തന്നെയായിരിക്കും, ഞാൻ ഇതുവരെ ചെയ്യാത്ത പണി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലോ മുറിവ് മാറും. അപ്പൊ നമ്മുടെ ഓരോ സെല്ലുകൾക്കും പുതിയതായിട്ട് പഠിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ആകത്തുക ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട്. സോ സ്റ്റാർട്ട് യൂസിങ് യുവർ നോളജ്. യൂസ് ദ മൈൻഡ്. സാറല്ല, ഡോക്ടർ TPS. നമുക്കറിയാം മിക്കടുത്ത് റോബോട്ടിക് ടീച്ചേഴ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്ക് ടീച്ചിങ് ജോബിന് അതിന് സ്കോപ്പ് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അതുപോലെ ഇപ്പോൾ അതുപോലെ കൂടുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആളിത് ഹാർംഫുൾ ആവും. ഈ AI എന്ന് പറയുന്നത് ഏതോ ഒരു ഭൂതവും മനുഷ്യൻ വേറെയല്ലല്ലോ, നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ആരെങ്കിലും വിചാരിച്ചോ കുറെ ബ്രിഡ്ജ് വന്നത് കൊണ്ട് നമ്മുടെ റോഡുകൾക്കൊക്കെ പണി ഇല്ലാണ്ടാവോ, പണി കൂടുവോ? ഒരു ബ്രിഡ്ജ് വന്നത് കൊണ്ട് ആൾക്കാർ അതുവഴി ഓടിക്കുന്നത് കൂടുതലല്ലേ ചെയ്യും. ലോട്ട് ഓഫ് പീപ്പിൾ വിൽ പാസ് ത്രൂ ദാറ്റ്. നമ്മുടെ ധാരണ എന്തെങ്കിലും പുതിയ ഫെസിലിറ്റി വരുമ്പോൾ പഴയതൊക്കെ നഷ്ടപ്പെടും. പഴയതൊക്കെ നഷ്ടപ്പെട്ടില്ല, പുനർനിർവചിക്കും. ഒരു പുതിയൊരു ബിഗ് മാള് വന്നു എന്ന് വിചാരിക്കും, അടുത്തുള്ള കുറേ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ അടച്ചു വരും. പക്ഷെ ആ മാളിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും? അവര് ഇവരുടെയൊക്കെ മക്കളൊക്കെ ആയിരിക്കും. പണ്ട് കച്ചവടം നടത്തിയ ഒരാള് അയാളുടെ അടുത്ത ജനറേഷൻസിൽ മക്കൾ ചിലപ്പോൾ അതേ കട തുറക്കുന്നു വരില്ല, അവരുടെ മക്കള് നല്ല യൂണിഫോം ഇട്ടിട്ട് വലിയ കടയിൽ ജോലി. അതുപോലെ ലോകം പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ചെറിയ ചെറിയ തലത്തിൽ നിന്ന് നമ്മൾ വലിയ വലിയ തലങ്ങളിലേക്ക് പോകും. AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എല്ലാ പെട്രോൾ ബങ്കും കാണുന്നുണ്ട്. ആ ബങ്കിലൊക്കെ നിങ്ങളൊരു ബോക്സ് കാണുന്നുണ്ട്. ആ ബോക്സ് ഒന്നും ഉണ്ടാക്കുന്നത് മാനുവൽ ഫാക്ടറിയിലല്ല. എല്ലായിടത്തും ഒരേ സാധനമല്ലേ വേണ്ടത്? എല്ലാം ഒരേപോലെയാണ്. നിങ്ങൾ എപ്പോ നോക്കിയാലും കാണാം, അതിന്റെ വലിപ്പം ഒരേപോലെയാണ്. ആരും ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നമ്മൾ പോയിട്ട് എങ്ങനെ ചെയ്യാം? വലിയ ഷീറ്റ് വരും,
കട്ട് ചെയ്യും, ഫോൾഡ് ചെയ്യും ചെയ്ത് അവസാനം ബോക്സ് ആയിട്ട് പുറത്തേക്ക് വരും. ഒരു മനുഷ്യനോട് വർക്ക് ചെയ്യുന്നത്. ഗോ ടു യൂട്യൂബ്, ലുക്ക് അറ്റ് ഹൗ എ മൊബൈൽ ഈസ് മെയ്ഡ്. ഒരു മനുഷ്യനും തൊടാതെയാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. കംപ്ലീറ്റ് കമ്പ്യൂട്ടറാണ്. ഹൗ എ കാർ ഈസ് മാനുഫാക്ചേർഡ് കാണണം. കാർ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ എല്ലാം ഓട്ടോമേറ്റഡ് ആയി. ആ ലോകം വളരുമ്പോ ഇപ്പൊ നമ്മുടെ ആക്ടിവിറ്റികൾ കൂടും. നമ്മളിപ്പോ ഒരു സിനിമ കണ്ടു എന്ന് വിചാരിക്കാം. ആ സിനിമയില് ഹീറോയിൻ ഉപയോഗിച്ച ഡ്രസ്സ് അതേതാണെന്ന് നമ്മളൊരു പടം എടുത്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി AI will create that whether it suits you or not. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പാകാവോ ഇല്ലയോ എന്ന് AI പറയും. നിങ്ങൾ സാധാരണ ഗൂഗിളിൽ പോവാ. ഗൂഗിളിൽ പോയിട്ട് മുകളില് ഒരു ചെറിയൊരു ക്യാമറ കാണാം. ഏതെങ്കിലും ഒരു ചെടിയുടെ പടം എടുക്കുക, എന്നിട്ട് അത് സെർച്ച് ചെയ്യാൻ പറയാം. ഒരു സാധനം കണ്ടോ? ഇതെടുത്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയൊരു ചെടിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് പടം എടുക്കുക. പടം എടുത്തു കഴിയുമ്പോൾ അത് നോക്കിയിട്ട് പറയും ഇന്ന ബയോളജിക്കൽ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ളതാണ്. കംപ്ലീറ്റ് വിക്കിപീഡിയയിലുള്ള സാധനം നിങ്ങൾക്ക് വരും. പണ്ടുണ്ടായിരുന്നില്ല. കുറേ പേര് റിസർച്ച് ചെയ്യപ്പോഴാണ്. എത്ര പേര് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും? 100 കണക്കിന് പേര്. അപ്പൊ ഈ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ? ഇല്ല. പക്ഷെ ഇപ്പൊ നമുക്കുള്ള നോളജ് കൂടി 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 വരും. അപ്പൊ എത്രത്തോളം ഇത് ഉപയോഗിക്കുന്നോ അത്രത്തോളം നോളജ് കൂടും. ഇത് ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് എന്ത് പറ്റും? വലിയ പ്രശ്നമായിട്ട് മാറും. വി ഗോ ബിഹൈൻഡ്. എല്ലാവരും ഓടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പഠിക്കണം. ഇപ്പോഴും കാളവണ്ടികളിൽ ആരെങ്കിലും സഞ്ചരിച്ചു തുടങ്ങി എന്ത് പറ്റും? കഷ്ടല്ലേ? അതുകൊണ്ട് കാളവണ്ടി പോയല്ലോ എന്ന് പറഞ്ഞ് കാര്യമല്ല വേണ്ടത്. യു ബൈ ദ ബെസ്റ്റ് അവൈലബിൾ ടെക്നോളജി. ദാറ്റ്സ് വാട്ട് ഈസ് ടു ബി. ഓക്കേ? യാ. ഈ പ്ലാസ്റ്റിക് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് എല്ലാ രീതിയിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്ഥലം പ്ലാസ്റ്റിക്കും തെർമോക്കോളും ഒക്കെ വരുന്നത് എവിടുന്നാണ്? പെട്രോളിയം പ്രോഡക്റ്റിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും അതുകൂടി ഉണ്ട്. നല്ല കാര്യത്തിന് ഉപയോഗിക്കുക, മിനിമം ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അത് റീസൈക്ലബിൾ ആണ്. അപ്പൊ നമ്മൾ ഉപയോഗിച്ചിട്ട് പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും അത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ അതിന് പകരം കുറച്ചും കൂടി ക്ലോത്ത് ബന്ധപ്പെട്ടതാണെങ്കിൽ it has got a plastic content but very less. അല്ലേ? ഇപ്പൊ പണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ക്ലോത്ത് ഉപയോഗിച്ച് രണ്ടും മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. സോ ഇറ്റ്സ് ഓൺലി എ ഫോർമേഷൻ വിച്ച് വി കൻ ഡു സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഒന്ന് കൺവീനിയന്റ് ആവണം, ഇല്ലേ? നമ്മളിപ്പോ വിചാരിക്കുന്നത് പെട്രോളും ഡീസലും ഒക്കെ പൊല്യൂട്ട് ചെയ്യും എന്ന് വെച്ചിട്ട് ബാറ്ററി ഉപയോഗിച്ചാലോ? ബാറ്ററിയും അതിനേക്കാളും വലിയ പൊല്യൂഷനാണ്. കാരണം ബാറ്ററി ഉണ്ടാക്കുന്നതിനേക്കാളും പൊല്യൂഷനാണ്. അപ്പോ ഡെവലപ്മെന്റ് ഉണ്ടാവുമ്പോൾ എപ്പോഴും എന്തുണ്ടാവും? അതിനൊരു ചെറിയൊരു ബൈ പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാവും. കാരണം പ്ലാസ്റ്റിക്കിനേക്കാളും നല്ലൊരു ചെയർ നമുക്കിപ്പം വുഡൻ ആയാൽ വെയിറ്റ് കൂടും, വാഷ് ചെയ്യാൻ പറ്റില്ല, കംഫർട്ടബിൾ അല്ല, ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ കംഫർട്ട് ഈസ് മച്ച് 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 ഇൻ പ്രയോറിറ്റി ദാൻ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ ആഫ്റ്റർ ദാറ്റ്. ഇനി ഇതേ പ്ലാസ്റ്റിക് തന്നെ പണ്ട് ഞാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് സിവിൽ എഞ്ചിനീയേഴ്സിനോട് പറഞ്ഞത് എല്ലാ കുട്ടികളും പോയിട്ട് പറ്റുന്ന എല്ലാ ബോട്ടിൽസും കൊണ്ടുവരാൻ പറഞ്ഞു. ആ ബോട്ടിൽസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വി ക്രിയേറ്റഡ് എ വെയിറ്റിംഗ് ഷെഡ് വിത്ത് ബോട്ടിൽസ്. വേസ്റ്റ് മെറ്റീരിയൽ, അങ്ങനെ ഒരു സിദ്ധാന്തം തന്നെ ഉണ്ട്. വെൽത്ത് ഫ്രം വേസ്റ്റ്. എന്താ പറയാ? വെൽത്ത് ഫ്രം വേസ്റ്റ്. എവിടെയെങ്കിലും കളയുന്നതിന് പകരം യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ മെനി അതർ പർപ്പസസ്. നിങ്ങൾ നല്ലൊരു കുടില്, ആ കുടിലിന്റെ ഉള്ളില് ഇരുട്ടാണെന്ന് വിചാരിക്കുക. ഫൈൻ. നല്ലൊരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അവിടെ തൂക്കിയിട്ടാൽ നല്ല പ്രകാശമുള്ള സ്ഥലമായിട്ട് മാറും. കാരണം വെളിച്ചം ഉള്ളിലൂടെ സൂര്യപ്രകാശം കടന്നിട്ട് അത് സ്പ്രെഡ് ചെയ്യും. ലുക്ക് അറ്റ് ഇറ്റ്. ഇൻ എ ഡാർക്ക് റൂം എന്ത് ചെയ്യണം? ചെറിയൊരു സ്ലിറ്റ് ഓഫ് ലൈറ്റ് വരുന്നിടത്തേക്കും ഒരു കുപ്പിയിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ആസ് എ ഗ്ലോയിങ് ബൾബ്. അപ്പൊ എന്തൊക്കെ ഉപയോഗിക്കാം? വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ആ ബുദ്ധിയും കൂടി നമ്മൾ ഉപയോഗിക്കാം. വി കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ഓൾ ദിസ്. ഇതിലൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഉപയോഗിക്കുക, അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എനിക്ക്? ഇതൊരു പ്ലാസ്റ്റിക് ആണ്, ചെറിയൊരു ബാഗ് ആണോ അല്ലയോ? ഇത്രയും കോമ്പാക്ട് ആയിട്ട് ഹാൻഡ് ബാഗ് എനിക്ക് പറ്റുമോ?
ഇല്ലല്ലോ. പക്ഷേ ഈ ഹാൻഡ് ബാഗിന്റെ വേറൊരു ഗുണവും കൂടിയുണ്ട്. എന്താണ് ഒരു ഗുണം? ഐ ക്യാൻ ഓപ്പൺ ഇറ്റ് അപ്പ് ആൻഡ് യൂസ് ഇറ്റ് ആസ് എ ക്യാരി ബാഗ്. ഇത്രയും കോമ്പാക്ട് ആയിട്ടൊരു സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ പ്ലാസ്റ്റിക്കിലല്ലാണ്ട്? മനസ്സിലായോ? സോ യൂസ് ഓൾ ദ ഫെസിലിറ്റീസ്. അത്യാവശ്യമായിട്ട് എന്ത് ചെയ്യണം? എന്തിനാ ഇത് വെച്ചത്? ആരെങ്കിലും ഒരു ക്യാരി ബാഗ് തരുമ്പോ അത് വേണ്ട, എന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റണം. അപ്പൊ നമ്മൾ മിനിമം യൂട്ടിലൈസ് ചെയ്യും. മനസ്സിലാവുണ്ടോ? എന്തിനാ ഈ ബാഗ് വെക്കുന്നത്? അത്യാവശ്യം ആരെങ്കിലും ഒരു സാധനം എനിക്ക് മേടിച്ചിട്ട് കൊണ്ടുപോകാനാകുമ്പോൾ ഞാൻ പറയും ക്യാരി ബാഗ് വേണ്ട, എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഓരോരാളും ചെയ്താൽ ക്യാരി ബാഗുകൾ എന്തായിട്ട് കുറക്കാം? നമുക്ക് യൂസേജ് കുറക്കാം. ഇനി ഇതേ ക്യാരി ബാഗ് നിങ്ങളുടെ വൈറ്റ് ഇതില്ലേ ക്രാഫ്റ്റ് ഡോക്ടർ TPS കാണും കേട്ടോ. യു വിൽ സീ ലോട്ട് ഓഫ് ക്രാഫ്റ്റ്സ്. നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവറില്ലേ, കവർ നല്ലപോലെ പിടിച്ചിട്ടൊന്ന് ചുരുണ്ടിട്ട് അതിന്റെ മുകളിൽ ഒരു കവർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ക്യാൻ മേക്ക് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. കുറച്ച് ഡ്രോയിങ്ങും കുറച്ച് ആർട്ടൊക്കെ അറിയാണെങ്കിൽ യു ക്യാൻ ഡു വണ്ടേഴ്സ്. ലുക്ക് അറ്റ് ഡോക്ടർ TPS ആർട്ട് ക്രാഫ്റ്റ്. യെസ്. ഈ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വേ നമുക്ക് പഠിക്കാനുള്ളത്. ആണ്. യു മസ്റ്റ് കീപ് റൈറ്റിംഗ്. എഴുതുമ്പോഴാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടൈറ്റിൽ വായിക്കുക, എഴുതുക. ആ ചാപ്റ്ററിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഗസ് ചെയ്യുക, എഴുതുക. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും എഴുതാം. നല്ല ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി വെക്കുക, എന്നിട്ട് ഫ്രണ്ട്സിന് കൊടുക്കുക, അവരോട് ആൻസർ എഴുതി തരാൻ പറയും. അങ്ങനെ നിങ്ങൾക്കും കുറെ ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ തരും, അതിനൊക്കെ ആൻസർ എഴുതുക, സബ്മിറ്റ് ഇറ്റ്, സംബഡി കറക്റ്റ് ഇറ്റ്. ഇവിടെയൊക്കെ എഴുതാം. എഴുതുമ്പോൾ എന്താ പറ്റുക? നമ്മുടെ കണ്ണ് കാണും, ചെവി കേൾക്കും, കയ്യിലൂടെ യാത്ര ചെയ്യും, ഇപ്പൊ ശരീരത്തിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്യും. അപ്പൊ അത് ബൈഹാർട്ടാക്കാൻ എളുപ്പമാണ്. സോ എഴുതുകയാണ്, കറക്ഷൻ ചെയ്യുകയാണ് ഏറ്റവും നല്ല പണി പഠിക്കാൻ. സോ കീപ് ഡൂയിങ്. ഓക്കെ, സോ ടാറ്റ, ബൈ ബൈ, ഗോഡ് ബ്ലസ് യു. ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും വെച്ചിട്ട് മാഷാ അല്ലാഹ്. എന്താ ഡോക്ടർ TPSന്റെ പേര്? DRTPS-SHIKSHA.in. ശിക്ഷ. ശിക്ഷ എന്നാണ് എന്റെ ട്രസ്റ്റിന്റെ പേര്. എന്താണ് ശിക്ഷ? SHI ശശി, കുമാർ എന്നുള്ള കെ. അപ്പൊ ശിക്ഷയുടെ അകത്തും ആരുണ്ട്? ശശികുമാർ. ഓക്കെ. SASI. Wow. Bye bye.